അമല് മാത്രം പരിചയപ്പെടുത്താം. നമ്മളിപ്പോ 20 റക്അത്ത് തറാവി നിസ്കരിച്ചു, 4 റക്അത്ത് ഇശാ നിസ്കരിച്ചു, അതിന് മുമ്പും 2 ശേഷം 2 നിസ്കരിക്കുന്ന ആളുകൾ ഇപ്പൊ 28 റക്അത്ത് നിസ്കരിച്ചു. അതിന് പുറമെ ഒരു 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. മൊത്തം ഇപ്പൊ എത്രയായി? 31. ഇന്ത്യയെ കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട്. നാളെ പണ്ടൊരാള് പറഞ്ഞാല് ഞാൻ കണക്കൂട്ടിയൊക്കെ വർഷം ഇങ്ങോട്ട് തരാനാണെന്ന്. ഏതായാലും അള്ളാഹു കാക്കട്ടെ. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല്, ഇതിപ്പോ ഈ റമദാൻ അല്ലാത്ത ഒരു ശവ്വാലിനൊക്കെയാണെങ്കിൽ ഈ പണി നടക്കുമോ? ശവ്വാലിനൊക്കെയാണ് ഇപ്പൊ ഒരു 20 റക്അത്ത് തറാവി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയതെങ്കിൽ ഈ പണി നടക്കൂല. കാരണം എന്താ? മറ്റാള് രംഗത്തുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഏതായാലും നിസ്കരിച്ച് തുടങ്ങി വിത്തറൊക്കെ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വിത്തറ് റമദാൻ കഴിഞ്ഞിട്ട് നിലനിർത്താൻ വേണ്ടി തീരുമാനിക്കുക. അത് വലിയൊരു ഭാഗ്യവും. കാരണം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഒരു അഭിപ്രായം, ഹംബലി മദ്ഹബിലെ ശ്രദ്ധേയമാണ് ആ മസല. എന്താ അറിയാം, ഒരാൾ തീരെ വിത്തറ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ഫാസിഖാണ്. ഷാഫി മദ്ഹബിന്റെ മൊത്തമായ അഭിപ്രായം, ഷാഫി മദ്ഹബിലെ ചർച്ചകളൊന്നുമല്ല. എന്നാലും ചില ഇമാമിയങ്ങളുടെ ശ്രദ്ധ കൊണ്ട് പോയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബില് വിത്തറ് നിസ്കരിക്കാത്തവനെ സാക്ഷിക്ക് പറ്റൂല എന്ന്. വിഷയം കുറച്ച് ഗൗരവമാണ്. ഒരാൾ തീരെ വിത്തറ് നിസ്കരിച്ചില്ല എന്ന് വിട്ട ഓനെ സാക്ഷി, ഓൻ മാസം കണ്ടെന്ന് സാക്ഷിയാല് അംഗീകരിക്കാൻ പറ്റൂല എന്ന്. വിത്തറ് നിസ്കരിക്കാത്ത ഷാഫി മദ്ഹബ് അല്ല, ഹംബലി മദ്ഹബ്. അപ്പോ ഇത് നമ്മൾ ഷാഫി മദ്ഹബ് വരെ നമ്മളിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് വിഷയം കുറച്ച് ഗൗരവമാണ്. അല്ലെ ഇപ്പൊ അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതും കൂടി കേട്ടാ പിന്നെ എന്ത് തീരുമാനിക്ക? റമദാൻ കഴിഞ്ഞാല് വിത്തറ് പതിവാക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്തു എന്ന്. ഞാൻ നിങ്ങളെ കൊണ്ട് കൈ ഉയർത്തിയിട്ട് മറ്റേ പ്രതിജ്ഞ ചെയ്യിപ്പിക്കല്ല, പക്ഷെ ഉള്ളിലൊരു തീരുമാനം എടുക്കുക. ഭയങ്കര നേട്ടമായിരിക്കും ദുന്യാവിലും ആഖിറത്തിലും. കാരണം ഇതിന്റെ ഫലങ്ങളിൽ മഹാന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഫലം, വിത്തറ് പതിവാക്കിയവന് സ്വാലിഹാവുന്ന. ഇന്നത്തെ പ്രത്യേക ഒരു ദ്വാന്താരങ്ങള്, ഇന്നിപ്പോ റമദാൻ 5ാമത്തെ രാവാണ്. ഇന്ന് ചില കിതാബിൽ കൊടുത്ത ദ്വാ ഇതാണ്: അല്ലാഹുമ്മ ജിഅൽനി മിനൽ മുസ്തഗ്ഫിരീൻ വജിഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അള്ളാഹുവേ, നിന്റെ അടിയാറുകളിൽ സജ്ജനങ്ങളിൽ എന്നെ പെടുത്തണേ പഠിച്ചോനെ, പാപമോചനം തേടുന്നവരിൽ പെടുത്തണേ പഠിച്ചോനെ, നീ ഇഷ്ടപ്പെട്ട നിന്റെ മഹാന്മാരായ മിത്രങ്ങളിൽ പെടുത്തണേ പഠിച്ചോനെ എന്നാണ് ഇന്ന് ദ്വാരക്കേണ്ടത്. ആരാണ് സ്വാലിഹ്? അൽ ഖായിമു ബിഹുഖൂഖില്ലാ ബിഹുഖൂഖി ഇബാദിഹി എന്നാണ്. പടച്ചോന്റെയും പടപ്പുകളുടെയും കടമകൾ ബോധത്തിൽ തീർക്കുന്നവനാണ് സ്വാലിഹ്. നിസ്കരിച്ചുകൊണ്ട് മാത്രം സ്വാലിഹ് ആവില്ല. നിസ്കരിക്കാതിരുന്ന ഫാസിക്കാണ്, പക്ഷെ നിസ്കരിച്ചുകൊണ്ട് മാത്രം സ്വാലിയാവില്ല. ഒരാള് സ്വാലിയാണോ അല്ല എന്നുള്ളത് അറിയാൻ ആദ്യം ചെയ്യേണ്ടത് പെണ്ണുങ്ങൾക്ക് വിളിച്ചു വെക്കണമുണ്ട്. എന്റെ ഭാര്യങ്ങളൊന്ന് വിളിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ സ്വാലിയാണോ അല്ലെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇടയിൽ ഞാൻ ചമഞ്ഞോണ്ട് കാര്യമില്ല. അടുക്കളയിലും ബെഡ്റൂമിലും എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. വിളിക്കാൻ നിൽക്കണ്ടട്ടാ, ഫോൺ എടുക്കൊന്നുമില്ല. അത് ആദ്യം നമ്പറൊന്നും അങ്ങനെ കൊണ്ട് നോക്കും. എന്റെ നമ്പറല്ല, അല്ലെങ്കിൽ പിന്നെ ഇർഷാദ് അഷ്റഫി ഇവരൊക്കെ വിളിക്കണം. പരിചയമുള്ള നമ്പർ അല്ലെങ്കിൽ എടുക്കൂല. അതുകൊണ്ടാ. അല്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെ ഞാൻ ഇപ്പൊ നിങ്ങളെ ഭാര്യക്കൊന്നു വിളിക്കാം. എന്താ ഇപ്പൊ ഒരാള് പേര് കിട്ടണല്ലോ റബ്ബേ. തൽക്കാലം മുപ്പരന്നെ എടുത്ത് ഞങ്ങളെ തമ്മിൽ ആയിക്കോളല്ല. ഞാൻ ഇർഷാദ് അഷ്റഫിന്റെ പെണ്ണുങ്ങൾക്ക് വിളിക്കുക. എന്നിട്ട് പറയാ, അല്ല നമ്മളെ അഷ്റഫിന്റെ ഭാര്യയല്ലേ, മുപ്പരെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? അപ്പൊ 37 വരെയാണ്. നിങ്ങൾ അടുത്തുണ്ടോന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ കാര്യം. കാരണം അടുത്തുണ്ടോന്ന് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായ? അങ്ങനെ ചോദിക്കില്ല. അത് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ബേജാറാണ്ട, ആള് ഉഷാറാണെന്ന് തന്നെ പറയില്ല. അപ്പൊ ചോദിക്കാം, ഞാൻ ചോദിക്കലുണ്ട്. മണിയേറെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പോയി? അപ്പോൾ ഉഷാറാണെന്ന് പറഞ്ഞു. അതിതുവരെ പിൻവലിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്. നിങ്ങൾ ആരെങ്കിലും എടുത്താലും ഞാൻ ഒരു അതപകേടാണ്ടാന്ന് വെച്ചാൽ ഞങ്ങളും തമ്മിൽ പ്രശ്നമില്ലല്ലോ. പിന്നെ ഇവനൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ജാസിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ടെൻഷൻ മുഴുവൻ അവനക്കാണേനു. അങ്ങനെ അപ്പൊ പോണേ. ഏതായാലും ആട്ടെ, ഞാൻ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കാണ്ട് വിളിച്ചെന്ന് വിട്ടാ നിങ്ങളൊന്ന് ഉദാഹരണം എടുത്തോട്ടെ സെൽവേജി, തമാശക്കാട്ടോ. ഞാൻ ചോദിക്കുകയാണ്, ഹലോ സെൽവേജിന്റെ പെണ്ണുങ്ങളല്ലേ? മൂപ്പര ആചാര്യ വർത്താനം എന്താ? ആചാര്യെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആരാ വിളിക്കണേ? ഹത്തീബ, 1-2 കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ പറയറ്റ് ചെയ്യോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഥ. പക്ഷെ അങ്ങനൊന്നല്ല കേട്ടോ, ഞങ്ങളൊക്കെ വളരെ ഉഷാറാണ്. കാരണം അവിടെയാണ് നമ്മൾ ചെത്തി മിനുങ്ങേണ്ടത് ഭാര്യന്റെ മുമ്പിൽ.
മുസ്തഫ നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നല്ലോ, ഒരൊറ്റ കുട്ടി റീമാർക്ക് കിട്ടിയില്ലല്ലോ. ആയിഷ ബി വഫാത്തിന് ശേഷം ചോദിച്ചു പറഞ്ഞത് വക്കാന ഹുലുഖുൽ ഖുർആൻ എന്നാണ്. എന്താ പറയാ? വക്കാന ഹുലുഖുൽ ഖുർആൻ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഖുർആനാണെന്ന് മാത്രല്ല, ചില മഹാന്മാർ അതിനെ കൊടുത്ത അർത്ഥം എന്താ പറയുക, ഖുർആനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരൂല എന്നതുപോലെ മുസ്തഫ നബിയുടെ സ്വഭാവ മഹിമയെ കുറിച്ച് ഒരാൾ എത്ര വർണ്ണിച്ചാലും തീരൂല. അതുക്കും മീതയാണ് എന്ന് പറഞ്ഞില്ല പണ്ട് ഒരാൾ. ആരെ പറഞ്ഞു? സിനിമയിലേറ്റാണോ? അതിരിങ്ങൾ ആക്കട്ടെ. ഞാൻ ഇവിടെ വായിച്ചാണ് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ കാണാത്ത മനുഷ്യനാണ്. തിയേറ്റർ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അതിന്റെ ഉള്ളിൽ ഞാൻ എത്തി നോക്കിയിട്ടില്ല. അന്ന് പഠിച്ചോനെ പഠിച്ചിട്ടില്ല, വാപ്പാനെ പഠിച്ചിട്ടാ. ഇപ്പൊ കാണാത്ത പഠിച്ചോനെ പഠിച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് ഇത് സിനിമയിലുള്ളതാണോ? നമുക്ക് ഉണ്ടാക്കും അറിയില്ലല്ലോ, നിങ്ങൾക്ക് തീരെ അറിയില്ല. സത്യത്തിൽ അങ്ങനെ സംഗതി കേട്ടിക്കണ്. അപ്പോ എന്ത് പറഞ്ഞാലും പരിശുദ്ധ റസൂലിന്റെ സ്വഭാവം അതിന്റെ മേലെയാണ്. ഇത് പറയണത് ആരാ? ആയിഷമ്മയാണ്. നമ്മളൊക്കെ ഭാര്യമാരോട് സ്വഭാവം ചീഞ്ഞു നാറുന്ന സ്വഭാവം, ചേച്ചിരിങ്ങനെ ചിലക്കണ കണ്ടാലേ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഇനി എത്ര കെട്ടുകെട്ടിയിട്ടും കാര്യമില്ല, ഒക്കെ പൊട്ടിപ്പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് രണ്ടും ഒരാൾക്ക് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിയണോ? വിത്രം അങ്ങോട്ട് നിലനിർത്തിയാൽ മതി. ഒരു തീരുമാനം. പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ ഉഷാറായിക്കണം തോന്നുന്നുണ്ട്, എന്നാലെങ്കിലും ആയിക്കോട്ടെ. അല്ല, ഇത് നല്ല കാര്യമാണ്. പിന്നെ ഇത് രണ്ട് രീതിയുണ്ട്. ഒരാൾക്ക് ഇശാ നിസ്കരിച്ച് ഉറങ്ങിയിട്ട് ഉണരുന്ന ഉറപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് ഉണർന്നതിന് ശേഷം ലാസ്റ്റ് നിസ്കരിക്കല. കാരണം ഒരു ഹദീസ് ഉണ്ട്, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ രാത്രിയിലെ ലാസ്റ്റ് നിസ്കാരം വിത്ര ആട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തില് മക്ക മദീനയിലേക്ക് ആദ്യത്തെ സിസ്റ്റം എന്താ പറയുക, നിങ്ങൾ പഴയ കാലത്ത് പോയ റമദാനിലൊക്കെ അവിടെ പങ്കെടുത്ത ആളുകൾക്കറിയാം. ആദ്യം എങ്ങനെ വെച്ചാല് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കും, പിന്നെ 3 റക്അത്ത് വിത്റും നിസ്കരിക്കും, എന്നിട്ട് പിന്നെ അവർ ഉറങ്ങി എണീച്ചിട്ട് ഖിയാമുൽ ലൈൽ എന്നിട്ട് വേറെ നിസ്കരിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 20 റക്അത്ത് നിസ്കരിച്ചാൽ വിത്ർ നിസ്കരിക്കാതെ അവർ പോവും, പിന്നെ എണീച്ചിട്ടാണ് വിത്ർ നിസ്കരിക്കുക. അതിന് കാരണം ഒരു മലയാളിയായ പണ്ഡിതനാണ്. ആളെ ഞാൻ പറയില്ല, നിങ്ങളാരും സ്വകാര്യം ചോദിച്ചാൽ പറഞ്ഞേരാ. ഒരു മലയാളിയായ പണ്ഡിതൻ അറബികളോട് ചോദ്യം ചെയ്ത, നിങ്ങളെ ഹദീസ് പിടിച്ച് അമൽ ചെയ്യുന്ന ആളുകളല്ലേ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, പിന്നെന്താ നിങ്ങളെല്ലാരും വിത്ർ നിസ്കരിച്ചിട്ട് പോയി കിടന്നിറങ്ങണമെന്ന് ചോദിച്ചപ്പോ അവര് മീറ്റിംഗ് ഓടി. അന്നാണ് അവിടുന്ന് തിരുത്തലുണ്ടായത്. അപ്പൊ അതുപോലെ അവിടെ തിരുത്തിയത് മലയാളിയാണ്. എന്നാലും ഒരാൾക്ക് അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ വിത്ർ നിസ്കരിക്കാൻ കാരണം എന്താണ്? നമ്മളേതായാലും ഇപ്പൊ ഈ അത്താഴം കേൾക്കാനുള്ളതുകൊണ്ടല്ലോ ഇപ്പൊ ഈ രാത്രി എണീക്കണം, അല്ലേ? ഇപ്പൊ ആരാ എണീക്ക? നിങ്ങൾ എന്ത് ചോക്കാണ് ഈ അത്താഴം എന്നുള്ളൊരു അതിന് സുന്നത്തിനെ പണിക്കണ്. അത്താഴം കേൾക്കല് സുന്നത്തായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ആർക്കത് ആവശ്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നാള് ചങ്ങരംകുളന്നൊരു ചങ്ങായി എന്നെ വിളിച്ചു ചോദിക്കണം, ഉസ്താദെ നീച്ചാല് മോരെക്കാതെ തിന്നൂടെന്ന്. മോരെക്കാതെന്നോ അവന്റെ ഭാഷയിൽ പറഞ്ഞാണ്, മുഖം കഴുകാതെന്ന്. ഞാൻ ചോദിച്ചു എന്തേതെന്ന് വെച്ച്, അല്ല മുഖം കഴുക ഉറക്കം പോവും, അപ്പൊ തിന്നും വേണം ഉറങ്ങും വേണം. അതാണ് കണ്ടില്ലേ? സത്യത്തിൽ നമ്മളിപ്പോ നീക്കണേനെ അത്താഴം മാത്രം ലാക്കാക്കിയിട്ടാണ്. എന്നാ ഏതായാലും നീക്കണല്ലോ നമുക്ക്. അപ്പൊ തഹജ്ജു അത് ഞാൻ വേറെ ദിവസം പറയാം. ഇപ്പൊ ഇന്നിങ്ങനെ തീരുമാനിക്കുക ഒരു അമൽ ഒരു ദിവസം. പക്ഷെ ഇന്നൊരു തീരുമാനം എന്തേ? സ്വാലിഹ്യങ്ങളിൽ പെടും വേണം, ഫാസിഖ്യങ്ങളിൽ രക്ഷപ്പെടും വേണം, നമുക്ക് ഈമാനോടെ ചിരിച്ച് മരിക്കും വേണം. അതിന് പഠിച്ചവനെ ഞാൻ നോമ്പ് കഴിഞ്ഞാലും വിത്ർ ചുരുങ്ങിയത് 1 റക്അത്ത്, മിതമായത് 3 റക്അത്ത്, കൂടിയാൽ 11 റക്അത്ത്. അതിൽ പേദപ്പ നമ്മൾ തീരുമാനിക്കണേ 1 3 അല്ല 3. ഞാൻ അതിന് പറ്റിയില്ലെങ്കിൽ 1 വേണം കൂടിക്കോളി, അത് നിർത്തിയാക്കണ്ടെന്ന് മാത്രം. മനസ്സിലായില്ലേ? 3 റക്അത്ത്. ഞാൻ 3 റക്അത്ത് നിസ്കരിക്കുക ഉള്ളത് പറയാല്ലോ. ഞാൻ ഉറങ്ങി നീച്ചിട്ട് നിസ്കരിക്കല്ലേ, ഇശാ കഴിഞ്ഞാൽ നിസ്കരിക്കല്ലേ, ഉറങ്ങി നീച്ചിട്ട് ഞാൻ നിസ്കരിക്കല്ലേ. ഇനി ഉറങ്ങി നീക്കൂല എന്നുണ്ടെങ്കിൽ നേരത്തെ നിസ്കരിച്ച് കിടക്കും ചെയ്യണം. അങ്ങനെ അതിന്റെ രീതി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ പ്രകടനത്തിന്റെ ഇസാണ് ജുമാക്കൂടെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ട് ആ സമയം അനുസരിച്ചുകൊണ്ട് വിടണല്ലോ. അങ്ങനെയല്ല കണക്ക്. ഞാൻ വരൂല, കാരണം എനിക്ക് എല്ലാ പ്രകടനത്തിനും പോയി പങ്കെടുക്കാനൊന്നും പറ്റൂല. ഞാൻ ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആ പ്രതിഷേധമൊക്കെ ഫലവത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. സുപ്രീം കോടതിയിലെ അഭിഭാഷകന്മാരൊക്കെ രംഗത്തിറങ്ങി എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ്. പിന്നെ ഒരുപാട് ആളുകൾ 250 ചില്ല ഹർജിയായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ. അൽഹംദുലില്ലാഹ് ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിച്ചിട്ട് അള്ളാഹു ഈ ബലായി ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل مثل ثواب ما قرأناه من القرآن العظيم وما صليناه وسلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة أولا إلى حضرة حبيبك المصطفى محمد اللهم وإلى حضرة أرواح الأنبياء والأولياء والشهداء والزهاد والصديقين والصالحين وإلى حضرة أولاد رسول الله صلى الله عليه وسلم وأزواجه الطاهرات